കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിന്റെ 4ാമത് വാർഷികാഘോഷം വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഡോൺ ബോസ്കോ സ്പോർട്സ് ഹബ്, സംസ്ഥാനത്തെ ആദ്യ ഹൈബ്രിഡ് സ്കൂൾ എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഇൻകം ടാക്സ് കമ്മീഷണർ സി റോയി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ 4ാമത് വാർഷികാഘോഷം വ്യത്യസ്തമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഡോൺ ബോസ്കോ സ്പോർട്സ് ഹബ്ബ്, സംസ്ഥാനത്തെ ആദ്യ ഹൈബ്രിഡ് സ്കൂൾ എന്നിവയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പ്രധാനപ്പെട്ട ഒന്ന് ഹൈബ്രിഡ് ലേണിംഗ്. അത് എല്ലാ കുട്ടികളിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളോടൊപ്പം പഠന രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളിൽ എത്രത്തോളം ഉയർച്ച നേടാൻ നമുക്ക് സാധിക്കും എന്ന് കുട്ടികളെ അറിയിക്കുക. രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആശ്വാസജനകമായ കാര്യമാണ്. CBSE സിലബസ്, നല്ല എഡ്യൂക്കേഷൻ, നല്ല ഡിസിപ്ലിൻ, പിന്നെ നോക്കി സ്പോർട്സ് സെക്രട്ടറി, സോഷ്യൽ സർവീസ് സൊസൈറ്റി ആൾക്കാർ വിവിധങ്ങളായ അക്കാഡമിക് രംഗത്തിലും നോൺ അക്കാഡമിക് രംഗത്തുമെല്ലാം മാറ്റങ്ങൾ കടമെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ രൂപപ്പെടുത്തിക്കൊണ്ടാനായിട്ട് സാധിക്കും. ഇൻകം ടാക്സ് കമ്മീഷണർ റോയ് ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പ് നൽകി പഠനം പൂർണ്ണമായി ഹൈബ്രിഡ് ആക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സ്കൂളാണ് ഡോൺ ബോസ്കോ സ്കൂൾ. യുവാക്കളെ കായിക വിനോദങ്ങളിലൂടെ ലഹരി മുക്തരാക്കി മാറ്റുന്ന പദ്ധതിയാണ് സ്പോർട്സ് ഫോർ ചേഞ്ച് എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഡോൺ ബോസ്കോ സ്പോർട്സ് ഹബ്ബ്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നൽകിയ അംഗീകാരം ഗിന്നസ് മാടസ്വാമി, KJ ജോസഫ് എന്നിവർ ചേർന്ന് നൽകി. സ്കൂളിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്തയച്ചതിനാണ് അംഗീകാരം. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ, പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തിച്ചിറ, PTA പ്രസിഡന്റ് സണ്ണി സേവിയർ എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.